ഈ നേതാക്കന്മാരുടെ പ്രസംഗമെല്ലാം കേൾക്കാൻ എവിടെയും പോകും. പ്രസംഗം കേട്ടാൽ അത് ഞാൻ ബൈ ഹാർട്ടായിട്ട് വെക്കുകയും ചെയ്യും. അങ്ങനെ കുറേ ഇങ്ങനെ പ്രസംഗമെല്ലാം കേട്ടുകൊണ്ടിരുന്ന് ഇങ്ങനെ വന്നാൽ കുറേ ആളുകൾ ഇവിടുന്ന് കുറേ 10-40 വീട് ഞങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. അങ്ങ് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റുകാർ അടിച്ചിട്ട് പുറത്താക്കുന്നിടത്ത് ഇവിടെയെല്ലാം വന്നിട്ട് താമസിക്കുക. അവർക്ക് ഭക്ഷണമെല്ലാം കൊടുക്കുന്ന വീടെല്ലാം ഉണ്ട്, തോനെയുണ്ട്. അങ്ങനെ ഈ വാർഡ് ഒരു നല്ലൊരു ഏരിയയാണ്. ഇത് 12ാം വാർഡ് എന്നാണ് പറയുന്നത്. എന്നെയെല്ലാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ എടുക്കുന്ന നേരത്ത് അന്ന് ഇന്നത്തെ എന്താണെന്നുള്ള അറിയില്ല. ഇപ്പം ഞാൻ പാർട്ടിയായിട്ട് ഒരു ബന്ധമില്ല, കമ്മ്യൂണിസ്റ്റുകാരൻ തന്നെയാണ്. ഇപ്പോൾ ഒന്നുമില്ല. അന്ന് 6 മാസം കാൻഡിഡേറ്റ് മെമ്പറായിട്ട് നടക്കണം. എന്ന് വെച്ചാൽ ഞാൻ കമ്മ്യൂണിസ്റ്റ് ആകാൻ പറ്റുമോ എന്നുള്ളത് കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരും ഇവരും പ്രവർത്തിക്കുന്നു. അപ്പോൾ ഇങ്ങനെ അറിഞ്ഞുകൊണ്ടിരുന്ന 6 മാസം ഞാൻ കാൻഡിഡേറ്റ് മെമ്പറായി. എന്നിട്ട് എനിക്കൊരു മെമ്പർഷിപ്പ് കിട്ടി. അത് കെ ദാമോദരൻ എന്ന് പറഞ്ഞ ഒരാൾ അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടീൻ്റെ സെക്രട്ടറി. ഇന്നത്തെ എനിക്ക് മെമ്പർഷിപ്പ് കിട്ടി. കേന്ദ്രീകരിച്ചിട്ട് പോയിട്ട് പിടിക്കാൻ തന്നെ വെച്ചാൽ. അപ്പോൾ ഇത് ഒന്നാമത് ഒച്ചയെല്ലാം വന്ന് നായകളുണ്ട്. ചെറുവലയിൽ ഒരുപടി നായകളുണ്ട്. അങ്ങനെ കാരണം ഇവരും എൻ്റെ ആയിട്ട് നിന്ന് ആദ്യം തന്നെ ഇവരാണ് പോയത്. അടിയും PPN തന്നെ എല്ലാം. അനന്തൻ ഇവിടെ താമസിച്ചിട്ടുണ്ട്. അന്നാണ് രാവിലെ ഞങ്ങൾ പോയത്. രാവിലെയല്ല 12-13 മണിക്ക് ഞങ്ങൾ ഇട്ടുന്ന് വരുന്നു. കേളുനായര നമ്മളെ കാര്യമായ ആൾ മരിച്ചു. ശങ്കരൻ, ചാത്തോത്ത് ശങ്കരൻ, വെള്ളവത്തു നിന്നാണ്. അങ്ങനെയുള്ള ആളുകൾ പേര്. ചാത്തോത്ത് ശങ്കരൻ, പിന്നെ കിഴക്കേൽ കുഞ്ഞാണൻ, വെള്ളവത്തുനിന്നാണ്. കേളുനായർ, ഒന്ന് ഞാൻ, കുറുങ്ങാട്ട് കുഞ്ഞരാമൻ, വേറെ ഒരാളും കൂടി ഉണ്ടായിരുന്നു. ഞാൻ മാത്രമേ ഉള്ളൂ. ഇപ്പം ഇവരെല്ലാവരും മറ്റു മറ്റ് ദേശങ്ങളിൽ വന്ന ആളുകളൊക്കെ മറ്റു ദേശങ്ങളിൽ ആൾ വന്നിന്, തോന്നെ വന്നിന്. ചമ്പാട്ട് നല്ല ആൾ വന്നിന്. ഈ 2 പേര് മരണപ്പെട്ടപ്പോഴുള്ളൊരു ഇതെന്തായിരുന്നു? 2 പേരും ഞങ്ങൾ പിന്നെ വേഗം ഓടിക്കുമെന്ന് പറഞ്ഞിട്ടുള്ള ആടുന്ന് ആരെല്ലാം വിളിച്ച് പറഞ്ഞപ്പം പിന്നെ ഓടാണ്ട് നിവർത്തിയില്ല. അദ്ദേഹം തന്നെ പറഞ്ഞത്. അങ്ങനെ കുറച്ച് കുറേ ആളുകൾ അവിടെ ഇടിയെല്ലാം വീഴുകയും പിടിക്കുകയെല്ലാം ചെയ്യുന്നു. കുറേ ആളുകൾ പൊട്ടുകയെല്ലാം ചെയ്തിട്ടെല്ലാം കൂടി പറ്റുന്ന. പിന്നെ പോയ ആളൊന്നും ആരും പിറ്റേന്ന് വല്ല പറഞ്ഞിട്ടില്ല. പറഞ്ഞാൽ അടികൊള്ളും, ഇങ്ങോട്ട് കടുക്കുകയും കഴിയില്ല. ഇവരെ വണ്ടെടുത്തുനിന്ന് അടിച്ചു കളയാണ്. പിന്നീട് പാർട്ടീനെ നമ്മൾക്ക് കുറേ കാലം കഴിഞ്ഞ ശേഷം ഇവിടെ വരാൻ കഴിഞ്ഞിട്ടുള്ളൂ. പിന്നെ ഒന്നുമില്ല, കുഴപ്പമൊന്നുമില്ല. വിലയിരുത്തൽ എന്ന് പറഞ്ഞാൽ ചില ആളുകൾ പറഞ്ഞ് ഇത് വേണ്ടാതായിരുന്നു. നമ്മളെ കൂട്ടത്തിൽ തന്നെയുണ്ട് കുറേ ആളുകൾ തന്നെ. ഞങ്ങൾ ആദ്യം വെച്ചിന് ഒരു നിർദ്ദേശം, ഞങ്ങൾ ഒരുത്തനെ പിടിച്ച് കെട്ടാം, നന്നായിട്ട് കെട്ടാം. ഞാൻ ഒരു 5-6 ആൾ എടുത്തിട്ട് കൊണ്ടിട്ട് പോലീസിലവിടെ ഏൽപ്പിച്ചു. അവിടെ നിന്ന് കഴിച്ചു കളയാം. അപ്പോൾ അത് പിന്നെ പിടിക്കാൻ ചാൻസാണ്. സെൻട്രിയിൽ നിന്ന് പോലീസിനെ പിടിക്കാൻ സെൻട്രിയിലുള്ള ആളുണ്ട് നമ്മളിവിടെ. അതൊന്നും അംഗീകരിച്ചിട്ടില്ല. പിന്നെ ഇത് കുറേയേറെ രഹസ്യമായിട്ടും വെച്ചില്ല. അതോടുകൂടി ഫ്രഞ്ചുകാരൻ പോയി. ഞങ്ങളെല്ലാം കൂടി രക്ഷപ്പെട്ടുമല്ല. കുമാരൻ മാഷ് ചെറുകലായി കൊണ്ടിട്ട് ഇന്ത്യൻ നാഷണൽ ഫ്ലാഗ് ഉയർത്തി. കടന്നു ഇവരെല്ലാം പോയല്ലോ. ഫ്രഞ്ചുകാർ അപ്പം തന്നെ രാത്രി തന്നെ പോലീസുകാർ സിപ്പാഹികൾ 7 വിട്ടില്ല. അവരെ വന്നിട്ട് പോലീസ് സ്റ്റേഷനിലും അഭയം തേടീന. അവർക്ക് രക്ഷപ്പെടേണ്ട 2 ആൾ മരിച്ചിട്ടില്ല. പിന്നെ നമ്മൾ വന്ന് കുറച്ച് വീരത്തിൽ തന്നെ. കാരണം സ്വാതന്ത്ര്യം ഒരു രാജ്യത്തും സൗജന്യമായിട്ട് കിട്ടിയില്ല. ആളുകളെല്ലാം ജീവൻ ഒരുക്കേണ്ടിയല്ല, ജീവത്യാഗം ചെയ്യേണ്ടി വരും. അതെല്ലാം കണക്ക് വരുത്തി.